ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു സുഖത്തിലൂടെ കടന്നു പോവുകയാണ്. ജീവിതത്തിലെ 90 വർഷം കൂടി ജീവിക്കുക അത് വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതിനെ എല്ലാ മാസവും ദിവ്യകാര്യമായിട്ട് ദിവ്യകാര്യമായിട്ട് കുടുംബത്തിൽ ചെല്ലുമ്പോൾ കാത്തിരിക്കുന്ന ഒരു സഹോദരിയെ എപ്പോഴും സന്തോഷത്തോടെ പ്രസന്നമായിട്ടുള്ള മുഖത്തോടെ കാത്തിരിക്കുന്ന കമർച്ചയെ എപ്പോഴും ദർശിക്കണം. ജീവിതത്തോളം കുടുംബത്തോടെ പോകുമ്പോൾ ഒരു പ്രത്യേകതയുള്ള കുടുംബമാണ് ഈ ആന്റി തോമസിൻ്റെ സാന്നിധ്യം ജനങ്ങളോട് തിരിച്ചു പറയാറുണ്ട്. എപ്പോഴും പുഞ്ചിരിക്കുന്ന മനോഭാവമാകുന്നുണ്ട്. ഒരു കുറ്റവും പറയാതെ ഏറ്റവും ഒരു പരാതിയും ഇല്ലാതെ ജീവിക്കുന്ന എപ്പോഴും സന്തോഷത്തോടെ നിറഞ്ഞ സന്തോഷം ജീവിക്കുന്ന ഒരു അമ്മയെ എപ്പോഴും ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ വലിയ അനുഗ്രഹമാണ്, നമ്മുടെ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹമാണ് ഈ അമ്മയുടെ സാന്നിധ്യം. തീർച്ചയായിട്ടും 5 മക്കൾക്ക് ജന്മം നൽകി 5 മക്കളും ദൈവത്തിൻ്റെ കൃപയാണ്. നൽകി തങ്ങളുടെ ജോലി മുന്നോട്ട് പോകുന്നു, കുടുംബമായി മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ മക്കളോട് എത്തിച്ചു വരുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. തീർച്ചയായിട്ടും പിന്നെ അമ്മയുടെ ജന്മത്തിന് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ നന്മകളിൽ നന്ദിയോടെ നന്ദി പറയുക, ദൈവത്തിന് നന്ദി അറിയിക്കുവാനുള്ള വലിയ നിമിഷം നന്ദിയുടെ വേണ്ടിയാണ് ഇതിലെല്ലാ നന്മകളെയും നമ്മൾ ഓർത്തുകൊണ്ടും പ്രത്യേകിച്ച് ഈ കുടുംബത്തിൽ ചെന്ന നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പരിശുദ്ധമായ അർപ്പിക്കാം. നമുക്ക് മനുഷ്യരുടെ കുറവുകളുള്ള തെറ്റുകളും കുറവ് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്കോട് മാപ്പം കൊടുത്തി യാചിക്കുകയും ചെയ്യാം. സഹോദരരെ, നമ്മുടെ പാപങ്ങളെ പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരപ്രകാരം വാക്കാലും പ്രവർത്തനം ഉപേക്ഷിക്കാനും ഞാൻ അവരെ പാപം ചെയ്തുപോയി. എന്നെ ഉപയോഗിക്കില്ല. ആകയാൽ സഹോദരത്തോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവമേ, നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, സ്തോത്രമേ, അവനെ മഹിമപ്പെടുത്താൻ ചുരുക്കാനോ
കഴിക്കുവാൻ അങ്ങ് നിരുള്ളമായിരുന്നു. അദ്ദേഹത്തിന്റെ മാതൃകയുടെയും മധ്യസ്ഥത്തിന്റെയും സഹായമായിട്ടുള്ള നിങ്ങൾക്ക് അങ്ങയോട് ധാരാളമായിട്ടുള്ള അർഹത നൽകുമാറാകണം. അങ്ങയുടെ പരിശുദ്ധാത്മാവായി നിന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിലൂടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിലക്ക് യോഗ്യമായി ജീവിതം നയിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടുകൂടി വർത്തിക്കുവിൻ. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേയുള്ളൂ. സകലത്തിനനുകൂലിയും സകലത്തിലൂടെയും സകലത്തിലും വർദ്ധിക്കുവാനും നമ്മുടെ എല്ലാം പിതാവായ ദൈവം ഒരുവൻ മാത്രം. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായ കൃപ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരം പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുവാനും ചെയ്യുന്നവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അഭിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഭാഷണമല്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളം എത്തുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. അക്കാലത്ത് യാത്രാമധ്യേ യേശുവോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവന്റെ ഭവനത്തിൽ ഭക്ഷണത്തിലിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവരോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിലിരുന്നു. പരിസേവകരുടെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവർ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കെല്ലാം രോഗിയും കാണാതെ എന്നെ കൊണ്ടത് ആവശ്യം. വലിയ കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ പറഞ്ഞത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. കർത്താവിന്റെ സുവിശേഷമാണ് നാം കേട്ടത്. ഏറ്റവും പ്രിയപ്പെട്ട മമ്മി, പ്രിയ ബന്ധുജനങ്ങൾ, ഞാൻ അവർ ആന്റണി ദേവായി കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊച്ചുമകനാണ്. മമ്മിയുടെ 90ാമത്തെ ഈ ആഘോഷത്തിൽ ഏറ്റവും പരിപാലനമായ ഈ വേദിയിൽ നിങ്ങളുടെ പങ്കുചേരാൻ ദൈവം കൃപയാകട്ടെ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മമ്മിക്ക് 90ാം ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും
ആദ്യമേ 90 വർഷം എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ മനുഷ്യരായ നമുക്ക് വലിയൊരു കൃപയുടെ ഒരു കാര്യമാണ്. 90 വർഷത്തോളം നമ്മളോടൊപ്പം മമ്മി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതൊക്കെ സന്തോഷത്തിൻ്റെ ഒരു അംശമാണ്. എന്നാൽ അതിനേക്കാൾ വലുതാണ് ഇത്രയും കാലം വളരെ സ്നേഹത്തോടുകൂടി മക്കളെയും ഒക്കെ കണ്ട് എല്ലാവരെയും നല്ല നിലയിൽ അവരെ ആക്കി അതിൻ്റെ തുടർച്ചയായിട്ട് സന്തോഷത്തോടുകൂടി മക്കളോട് കൊച്ചുമക്കളോടുകൂടിയൊക്കെ ജീവിക്കാൻ സാധിക്കുകയായിരുന്നത്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ വലിയൊരു ഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം സന്തോഷത്തോടുകൂടി നിങ്ങളുടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദയവായി കുടുംബത്തിലെയാണ് നമ്മളെല്ലാവരും കൂടുതൽ പേരും കുടുംബവുമായി ബന്ധപ്പെട്ടവരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മങ്കമ്പിനടുത്തുള്ള വട്ടന്മാരുടെ ബ്രാഹ്മണരുടെ ഒരു അമ്പലത്തിനടുത്തായിരുന്നു നമ്മുടെ കുടുംബം. ദയവായി എന്ന വാക്കിന്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നവൻ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവന്റെ കുളിയും ദേവാലയവും കഴിഞ്ഞില്ല എന്നുള്ളത്. കുളി കഴിഞ്ഞുള്ള പ്രാർത്ഥനയാണ്, സന്ധ്യാജപമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് അറിയപ്പെടുന്നത്. അതിനൊരു കാരണമുള്ള ഹിസ്റ്റോറിക്കൽ ഫാക്ടർ. മങ്കമ്പ അമ്പലം ബ്രാഹ്മണരുടേതായിരുന്നതുകൊണ്ട് അന്ന് പ്രധാന വഴി അതിൻ്റെ മുന്നിലൂടെ ആയിരുന്നതുകൊണ്ട് ഞാൻ ജാതിയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും പറയുന്നില്ല. എൻ്റെ യാഥാർത്ഥ്യം അതാണ്. അമ്പലത്തിൽ മറ്റ് മതസ്ഥർ ലഭിക്കുന്ന നേർച്ച എണ്ണ അകത്തേക്ക് എടുക്കുകയല്ല. നമ്മുടെ കുടുംബത്തിലെ പൂർവികരായിരുന്ന ക്രിസ്ത്യാനികളായിരുന്ന ആൾക്കാർ തൊട്ട് ശുദ്ധമാക്കിയതിന് ശേഷം മാത്രമേ ആ എണ്ണ അകത്ത് തിരുവിളക്കിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ കുടുംബം അവിടെ അടുത്തുള്ള ഒരു കുടുംബമായി നമ്മളെ താമസിപ്പിച്ചതാണ്. അവിടെ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ എടയാളിപ്പള്ളിയുടെ അടുത്തുള്ള ഒരു കുടുംബം ഇപ്പോഴും ഉണ്ട്. നമുക്ക് അവിടെ നിന്നാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നതിന് അടുത്തുള്ള ഭാഗമായി മാറിയത്. കാരണം ഇത്രയ്ക്ക് പശ്ചാത്തലം നമുക്കുണ്ട് എന്ന് പറയുന്നതിന് കാരണം നമ്മളവിടെ ഏതാണ്ട് ഒരു 400 വർഷമായിട്ട് നമ്മളവിടെ താമസിക്കുന്നുണ്ട് തെളിവുണ്ട്. കാരണം 1860 നമ്മുടെ കുടുംബത്തിൽ ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ ഫോട്ടോ എൻ്റെ വ്യക്തമായിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെതായ ഒരു കുടുംബത്തിൻ്റെതായ ഒരു ചരിത്രമൊക്കെ ഞാൻ സംഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പൊ ആ അച്ഛനൊക്കെ 1960 4 തലമുറ മുമ്പേയുള്ള അച്ഛൻ കുടുംബ പാരമ്പര്യങ്ങളൊക്കെ ഉള്ളവരെ മാത്രമേ വലിയ പട്ടത്തിന് ക്ഷണിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ പാരമ്പര്യം അപ്പൊ ആ കുടുംബത്തിലെ മമ്മിയുടെ ബർത്ത്ഡേ എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനത്തിൻ്റെ ഒരു നിമിഷം. 90 വർഷം എന്നുള്ളതിലല്ല, മമ്മി ഞങ്ങളുടെ മുന്നിൽ പ്രാർത്ഥനയുടെ ഒരു പ്രകാശ ഗോപുരമാണ്. അതുകൊണ്ടാണ് ജെറുസലേം പട്ടണം ഒരു കുന്നിൻ മുകളിലായിരുന്നപ്പോൾ ദൂരെ നിന്ന് അതിൻ്റെ മുകളിൽ തപ്പി നിന്നിരുന്ന നിന്നിരുന്ന 7 തിരികൾ ഉള്ള ആ ദേവാലയ ഗോപുരത്തെ കണ്ടുകൊണ്ടാണ് കർത്താവ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് കർത്താവ് പറയുന്നത്. അപ്പൊ ദൂരെ നിന്നേ ആൾക്കാർ കാണും ദേവാലയത്തിലെ 7 തിരിയിട്ട് കത്തുന്ന അംഗങ്ങൾ എന്ന് പറഞ്ഞതുപോലെ മമ്മി 90 വർഷം ഞങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ മമ്മിയുടെ പ്രാർത്ഥനാ ചൈതന്യവും ആ കുടുംബ സ്നേഹവും മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന സേവന തൽപരതയും ഒക്കെ ഞങ്ങളെ അതുകൊണ്ട് മമ്മി കൊച്ചുമകൻ എന്നുള്ള നിലയിൽ ഞാനിവിടെ മമ്മിയുടെ ഈ ബർത്ത്ഡേക്ക് വന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ മമ്മി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണെന്ന് മാത്രമല്ല ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഒക്കെ വലിയൊരു സഹായമാണ്, പ്രചോദനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരോട് ചേർന്ന് മമ്മിയോട് കൂടി ചേർന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തെ ഇത്ര സംരക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ പി ടി തോമസിനെ നേരിട്ടറിയാൻ ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. വൈദികനായതുകൊണ്ട് എന്നോട് വളരെ താല്പര്യത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് അദ്ദേഹത്തോട് ബാക്കിയുള്ളവരോടുള്ള എൻ്റെ വ്യക്തിപരമായ അടുപ്പം കൊണ്ടുകൂടി മാത്രമാണ് ഞാൻ ഇന്നത്തെ ദിവസം വ്യക്തമാക്കുന്നത്. പ്രിയ മമ്മി ഞങ്ങൾക്ക് നൽകുന്ന ആ സ്നേഹത്തിനും കരുതലിനും അതിനേക്കാൾ ഉപരിയായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മക്കൾ, കൊച്ചുമക്കൾ, ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവരും ഒന്നു ചേർന്ന മമ്മിക്ക് ഈ 300 വർഷത്തിൻ്റെതായ ജന്മദിനത്തിൻ്റെതായ എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ മംഗളങ്ങളും ചെയ്യുന്നു. നമ്മുടെ കുടുംബം ഇനിയും പുരോഗമിക്കും. കർത്താവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട കുടുംബമാണ് എന്ന് തിരിച്ചറിയുന്നത് നമുക്ക് സ്നേഹം കൊണ്ടും പരസ്പരം ധാരണ കൊണ്ടും മുന്നോട്ട് ചെയ്യും. നമ്മൾ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടുള്ള ബന്ധത്തിൽ ഈ കുടുംബത്തിൻ്റെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാവരെയും വിളിച്ചു കൂട്ടുമ്പോൾ നിങ്ങൾ ആ സ്നേഹം പങ്കുവയ്ക്കുകയാണ് എന്ന് അതിനു വേണ്ടി നേതൃത്വം കൊടുക്കാത്ത ഡോക്ടർ ഇനി ഒക്കെ വാക്കുകളെയൊക്കെ ഞാൻ ഓർമ്മിക്കുകയും നിങ്ങളുടെ ഹൃദയ വിശാലതയെ ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയും ചെയ്യും. നമുക്ക് ദൈവം നൽകിയ ഈ മഹത്തായ ദാനത്തെക്കുറിച്ച് മമ്മിയെക്കുറിച്ച് നമുക്ക് ദൈവത്തിന് സ്തുതി പാടിക്കണം. അധികം കാര്യങ്ങൾ അധികം പേരില്ല. നമ്മുടെ കുടുംബ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ഉള്ളൂ. എങ്കിലും നമ്മുടെ എല്ലാവരുടെയും ചെറിയ പ്രാർത്ഥന മമ്മിയുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതേ നമ്മളെല്ലാവരുടെ സന്തോഷത്തോടുകൂടി പങ്കുചേർന്ന് നമുക്ക് സ്തുതിക്കാൻ മഹത്തായ ഈ ദിനത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളുടെ മക്കൾ, കൊച്ചുമക്കൾ, ബന്ധുജനങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷത്തോടുകൂടിയുള്ള ജന്മദിനാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് കാണിച്ച ഈ സ്നേഹത്തിൽ അച്ഛൻ അത് വെസ്റ്റ് ചെയ്ത് തുടങ്ങുകയായിരുന്നു. ഞാൻ കൂടി വന്നത് രാവിലെ 7:30 ഞാൻ എൻ്റെ പള്ളിയിൽ ഒരു കുർബാന ചെയ്തിട്ട് അത്യാവശ്യമുള്ള ചടങ്ങുകളൊക്കെ ഞാൻ കൂടി ഇറങ്ങിയിട്ടായിരുന്നു ഇവിടെ വരാൻ പറ്റി. അച്ഛൻ എന്നോട് കാണിച്ച അത് വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നുണ്ട്. ഒരിക്കൽ കൂടി എന്നെ പരിഗണിച്ചത് നന്ദി പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹപൂർവ്വം ഞാൻ നന്ദി പറയുന്നുണ്ട്. മമ്മിയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള എല്ലാവിധ മക്കളും ഞാൻ ഈശോ മിശിഹായിയുടെ ഇതാ ദൈവത്തിൻ്റെ ജ്ഞാന്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യജ്ഞാനിന്റെ നിന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുക. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കുച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ?
തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. മെഴുതിരി നാളം തെളിയുമ്പോ നീ എന്നാത്മാവിൽ പ്രകാശമായി. ഇരുളല മൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയാ. കാൽവരിക്കുന്നെൻ മനസ്സിൽ കാണുന്നിന്നു ഞാൻ. രക്ഷാകരമായ സ്തോത്രത്തിൽ പങ്കുചേർന്നുകൊണ്ട് വിശുദ്ധമായ പരിപാലനത്തിൽ ലക്ഷണീയ സന്തോഷത്തോടെ സ്വീകരിച്ചു വരുന്നു. നീതിമാന്മാരിൽ പാപികളെ രക്ഷയിലേക്ക് പിടിക്കുവാൻ വന്ന അവിടുത്തെ മോചിതാണ് ഞങ്ങൾ സദാ പരിമോചിതരാകുവാൻ അനുഗ്രഹിക്കുകയാണ്. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. വിജയപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. എനിക്കായി നീ ചെയ്തോരോ നന്മ
ഐ എം വെരി ഹാപ്പി. മമ്മിയുടെ 90th ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വരാനൊത്തതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഈ തിരക്കേറിയ സമയത്ത് നിങ്ങളെല്ലാവരും വന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഫംഗ്ഷൻ തുടങ്ങാനായിട്ട് ദൈവത്തിന് അനുഗ്രഹത്തിന് വേണ്ടി എൻ്റെ മൂത്ത സിസ്റ്റർ ലത മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജീവിതത്തിലെ പ്ലെയർ. Greatest of all gods, for his love is eternal. Give thanks to the mightiest of all lords, for his love is eternal. These verses are most apt to thank God, who has showered abundant graces upon our dearest mummy all these 90 years. Mummy has turned 90 years today. Looking back, we can see her tread all the way, holding the hands of Jesus. Lord, we are thankful for the life of prayer and sacrifice she has done for each one of us. The beautiful example she set before us. Lord, we remember the little things she taught us in our younger days. Even today, we are reminded of all these things in our needy times. Thank you, Lord, for everything. Today, we remember with reverence our dear Daddy who is united with us in prayer. Thank you, Lord, for blessing our health all these years. Thank you, Lord, for Meera and Jose and the children who has been with her all the time. Bless them in your special way, Lord. We are all so blessed to be her children. Today, as we celebrate the event in your togetherness, let your grace be upon each one of us who are here. Placing her in the hands of Mother Mary, Saint Joseph and all the angels and saints, we pray, my heart praises the Lord, my soul is glad because of God my Savior. Amen. Worship you, Almighty God. There is none like you. We worship you, O Prince of Peace. That is what I want to do. I give you praise, for you are my righteousness. We worship you, Almighty God, there is none like you. Thank you, everybody. So without further ado, let's move into the cake cutting ceremony and wish our dear mummy the happiest of birthdays. For the same, I invite all of mummy's kids and their spouses, along with the grandkids, up onto the stage. Happy birthday to you. Happy birthday, dear mummy. Happy birthday to you. May the good God bless you. May the good God bless you. Happy birthday, dear mummy. Happy birthday to you. May God bless all of you. Now, there is a surprise. Let me name it Happy Birthday, Meera. Okay, everybody sing. Happy birthday to you. Happy birthday to you. Happy birthday, dear me. Happy birthday to you. May the good God bless you. May the good God bless you. Happy birthday, dear Mrs. Happy birthday to you.
Mary, our youngest one of the family, that is Maria's daughter. Her birthday is tomorrow. But that is being done in Dubai. തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരിക്ക് എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും എല്ലാ പ്രാർത്ഥന ആശംസകളും നേരുന്നു. Hi, Mommy. Happy birthday. Happy birthday, Mommy. Happy birthday, Mommy. Lots of love from DC. I'm sorry I can't be there, but yeah, happy 90th birthday. Crazy. See you soon. Planning a visit out to Kerala in next February. Happy birthday to you. Happy birthday to you. Happy birthday, dear Buddha. Happy birthday to you. Happy birthday, my mommy Buddha. I love you so much. You're the coolest grandmother of childhood asked for. I love you so much and I wish I was there with you today. Have a really lovely birthday. Mwah. Happy birthday, Matashi. You have a contagiously happy personality. I love that about you. Happy birthday, Matashi. Miss you so much. Happy birthday, Matashi. Have an amazing birthday. Happy birthday to my dearest Polly. May God bless you. Happy birthday, Matashi. It's taken so much time, effort, to be here with Mummy, and we do not take that lightly. It is in fact a very blessed day. Everybody has flown in from different parts of the country. Everybody has taken the time to celebrate her big day with her today. And that is a huge, huge blessing. Adding on to the same, I would like to call upon a very few people who is very dear to Mummy, and anybody who wants to tell any of your favorite memory that you have with Mummy or a memoir is welcome up onto the stage at this time. But to begin with, let me have Andula Lepin on stage to say a few words about Mummy. It can be your favorite memory, anything which you find special about Mummy. Do you want me to bring the mic over to you? Dr. Anto, brother, so just now our Jacob asked me whether anybody from your family has crossed 90. My family means Akabeti family. So I told him, and she is the first woman or man over maybe to cross the 90 mark. So we are very happy and lucky that she is my sister, and it's a pride for all of us here. And regarding her, I remember her because I lost my mother much early. So she was looking me, I was considering her as my childhood mother. So like that, so many memories are there. She was very jovial, and she always remembers that we have got a good pond in our house. She used to have a nice bath with all her family, friends, and everybody. So all other things you must be knowing it all still well. So I don't want to prolong much. So I wish her many, many happy returns, and she let her hit a century. Thank you. Next up, we have Madhuchain Uncle. അനുസരിച്ച് കല്യാണം കഴിഞ്ഞ് വരുമ്പം ഞാൻ സെക്കൻഡ് ഫോം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 6th സ്റ്റാൻഡേർഡ്. അപ്പം കല്യാണം കഴിഞ്ഞ് വരുമ്പം എന്നെ സ്വന്തം അനിയനെ പോലെയാണ് അന്ന് മുതൽ കരുതിയിരുന്നത്. ഞങ്ങൾ തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ആ സ്കൂൾ കാലഘട്ടത്തിൽ ഒരു രസകരമായ സംഗതി പറയാറുള്ളത്, ക്രിസ്മസ് പരീക്ഷയും ഓണപ്പരീക്ഷയും കഴിഞ്ഞ് പ്രോഗ്രസ് കാർഡ് കിട്ടുമല്ലോ. ചില സബ്ജക്റ്റിനൊക്കെ മാർക്ക് കുറവാണെങ്കിൽ ബെയ്ച്ചേൻ്റെ അടുത്ത് ചെന്നാൽ യാതൊരു രക്ഷയില്ല. അമ്മായിയോട് ഒപ്പിടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കരഞ്ഞ് വലിയൊരു പ്രയാസമാണ്. അനുസരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു പരിഹാരമായി. പരിഹാരം എന്ന് വെച്ചാൽ
ആൻ ചേച്ചിയോട് പറഞ്ഞു കഴിയുമ്പോൾ ആൻ ചേച്ചി ചെറിയൊരു രീതിയിലൊരു ഉപദേശമൊക്കെ തന്നേച്ചാൽ ഒപ്പിടുമായിരുന്നു. അതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നത് ഈ പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിക്കും, ബേച്ചാൻ്റെ അമ്മയുടെ മനസ്സ് മാറ്റണമെന്ന്. എനിക്ക് കൂടുതൽ പഠിക്കാൻ ഉദ്ദേശമൊന്നുമില്ല, അവരുടെ മനസ്സ് മാറ്റണമെന്ന്. ഏതായാലും ആൻ ചേച്ചി വന്നപ്പോൾ അതിന് ഒരു പരിഹാരം SSLC വരെ അങ്ങനെ തുടർന്നു. SSLC കഴിഞ്ഞപ്പോഴേക്കും ബേച്ചാനെ ട്രാൻസ്ഫറായി. പല സ്ഥലങ്ങളിൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വലിയ അവധി വരുമ്പം ആൻ ചേച്ചി ഇപ്പോഴും വിളിക്കുമായിരുന്നു കൂടെ വന്ന് അവധി സ്പെൻഡ് ചെയ്യാനായിട്ട്. ഞാൻ പോവുകയും ചെയ്യുമായിരുന്നു. പിന്നെ അടുത്തത് ഞാൻ എൻജിനീയറിംഗ് പാസ്സായി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ FSCയിൽ എനിക്ക് ജോലി കിട്ടാനായിട്ട് ചെയർമാനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാനായിട്ട് ആൻ ചേച്ചിയാണ് ബേച്ചാനെ എപ്പോഴും റിമൈൻഡ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എപ്പോഴും എൻ്റെ കാര്യത്തിലൊരു കരുതലുണ്ടായിരുന്നു. അത് പറയുകയാണെങ്കിൽ പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും തീരുന്ന സംഗതികൾ, അതിൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അടുത്തതാണ് എൻ്റെ കല്യാണക്കാര്യം വന്നപ്പോഴേക്കും ബേച്ചാനോടും അമ്മയോടും എൻ്റെ അപ്പനോടും പറയാൻ പേടിയാണ്. ആൻ ചേച്ചിയോടാണ് പറഞ്ഞത്. ആൻ ചേച്ചിയാണത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്ത് അങ്ങനെയൊക്കെ ആക്കിയെടുത്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കല്യാണം അതിന് ശേഷവും ഇന്ന് വരെ എപ്പോഴും എന്നോടും നീനയോടും ടീനയോടും ഒരു പ്രത്യേക കരുതലുണ്ടായിരുന്നു. സോ താങ്ക് യു ആൻ ചേച്ചി ഫോർ എവറിത്തിങ് ആൻഡ് ഐ വിഷ് യു എ വെരി വെരി ഹാപ്പി 90th birthday. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. We'll let go of all that we know and dance in the stardust's gentle flow. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite as we twirl in the magic of the cosmic light. Among constellations, we'll find our way. Through the celestial symphony, we'll sway. With every step, we leave our cares behind. In this celestial ballroom, love's defined. Caught in the spell of the cosmic night, the fantasies bloom in the pale moonlight. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite as we twirl in the magic of the cosmic light. The shimmering galaxies will find our way, guided by love's everlasting sway. With each celestial heartbeat, we'll dance on in this cosmic gate. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite as we twirl in the magic of the cosmic light. Among constellations, we'll find our way. Through the celestial symphony, we'll sway. With every step, we leave our cares behind. In this celestial ballroom, love's defined. Caught in the spell of the cosmic night, the fantasies bloom in the pale moonlight. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite as we twirl in the magic of the cosmic light. The shimmering galaxies will find our way, guided by love's everlasting sway. With each celestial heartbeat. ആർക്കെങ്കിലും ഫോണിൽ എടുക്കാൻ ഹെൽപ്പ് വേണമെങ്കിൽ ഒന്ന് കൈ പൊക്കിയാൽ മതി. ചെന്നോളൂ, ഹെൽപ്പ് ചെയ്യൂ. You got it? Everybody got it? Yours is the galaxy.
കോഡ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ just raise your hand, we'll help you. Raise your hand so that we can come. June. ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ നിൽക്കാൻ നിങ്ങളുടെ പേരൊന്ന് ഇടാമോ? So we know your name. Edit character. Just write your name. Sandeep. Deepa. Okay. Just write your names. Okay, Deepa. Yeah, fastest fingers first. What was the name of the subject Mummy studied at St. Joseph's? You are free to guess, okay? Take a guess. Botany, home science, psychology, sociology. Ready? You have 30 seconds to answer. Katila. Botany is the right answer. Good job. Next question, Lady Botany. Okay, next question. Oh, correct answer kittido. Maria Thomas. Yeah, we can see who all got the right answer too. Okay, whoever does fastest first will get more points, okay? Which Indian president did Mummy meet, greet and click a picture with? Or if you know this guy on the picture, he was one of the presidents of India who Mummy had met and clicked a picture with. Abdul Kalam, Farakhuddin Ali Ahmad, Sri Ramnath Kovind, V.V. Giri. Guys, answer on the parallel. Correct. Dia, Joe Joseph, Susie Alexa का correct answer. Fancy, Joby, Geeta Matthew, Shraddha का correct answer किती. Good job. No. Only both of us did that. Guess which event this family picture was taken. Oh, so many answers coming in, guys. First answer is the കൂടുതൽ points ഉണ്ട്. So it also depends how fast you answer. Correct answer is T.N. Thomas's baptism. Next question. ഇതിന്റെ ഇടയ്ക്ക് ഒരു fun question കൂടി ഉണ്ട് കേട്ടോ. Maria Thomas Murray on top on let the parents play for you. Next, order the pair starting with the oldest to youngest. Arrange ചെയ്താൽ മതി. Oldest ആരാ, youngest ആരാന്ന്. മമ്മിയുടെ kids ആ. Drag ചെയ്താൽ മതി. നിങ്ങൾക്ക് arrange ചെയ്യാൻ പറ്റും. Drag ചെയ്താൽ മതി. Option പിടിച്ച് drag ചെയ്താൽ മതി. 30 seconds ഉള്ളൂ കേട്ടോ guys. Let's see who answered this first. Lata is first, Geeta is second, Jaya is third, Meera and Tibi. Perfect. Let's see who answered this first. No, Diyachi answered it first. Like she's on the scoreboard though. Yeah, Diyachi answered it first. What? Good job. Yeah. Let's see who answered this first. Diyachi, very good. Next is Shraddha. Yeah. Whoa, who is Lady Slow? She is on this court. Whoa, Jaya Chechi. Next, the person in the picture with Mummy is in this room right now. Guess who? Who is this person? He's in this room right now. Moni China. Next, final question. Double points. Either good answer either. Let's see. Mummy has taken lessons in which of these instruments?
Harmonium is the correct answer. Let's see who's won the game. Oh, that's third prize. Sorry, guys. Second is Maria Thomas Valenti. First prize. Lady Slow! Yay! Can we have you up on the stage and we have your gift? Who have come together to celebrate our grandmother's 90th birthday. Today we gather here to celebrate a milestone that is truly remarkable. 90 years of life filled with countless stories, laughter and love. You've been more than just a grandmother to us. You've been a friend and a constant inspiration. To our dearest Mummy, we all will never forget the wonderful stories you have shared with us. Your amazing cooking skills and the yummy food you've prepared for us. Playing around with us, caring for each of us. Each memory is a treasure that will carry. Each memory is a treasure that will carry with us forever. Thank you for being the heart of our family, for your endless support, and for showing us what unconditional love truly means. On this special day, we want to express our deepest gratitude to you, Mummy. Your love, wisdom, and unwavering spirit have enriched our lives in countless ways. Thank you. From the back, join over here and here because I'll give it up to you. 3 start. It's a puzzle. You can start arranging. Jonu, my brother, Nia Patte, you want to be part of this. Come here. You know the picture. I think we have a winner. Already. Second, third, and all. Okay, you guys are first. Okay, second. We have second. Okay, third. We have a third. Baby,
Ooh.